അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിറാജ്, സ്ഥലം പന്തളം. എൻ്റെ ചോദ്യം, ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഭൗതികമായ ഒരു സ്വർഗമാണ്, മറിച്ച് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത് അതൊരു ആത്മീയ സ്വർഗമാണ്. ഖുർആനിലെ സ്വർഗം അത് ആത്മീയതയാണ്, അല്ല ഭൗതികതയാണത് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ലോകത്ത് മദ്യപിക്കാൻ കഴിയുകയില്ല എങ്കിലും സ്വർഗത്തിൽ പോയാൽ അവിടെ മദ്യത്തിന്റെ തടാകങ്ങൾ തന്നെ ഉണ്ട്. ഈ ലോകത്ത് സ്ത്രീകളുമായി ബന്ധപ്പെടാൻ കഴിയുകയില്ല എങ്കിലും മരണത്തിന് ശേഷം ഇഷ്ടംപോലെ സ്ത്രീകളെ സ്വന്തമാക്കി വെക്കാനും ഉള്ള ഒരു ഭൗതികമായ സ്വർഗമാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. മറിച്ച് യഥാർത്ഥ സ്വർഗം അത് ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുന്ന, ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കുന്ന ഒരു ആത്മീയ സ്വർഗമാണ് എന്നുള്ള പരാമർശത്തോട് ഇസ്ലാമികമായ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഒരു ഭൗതികമായ സ്വർഗമാണ്, എന്നാൽ ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് ആത്മീയമായ സ്വർഗമാണ്. ഇതിനോടുള്ള ഇസ്ലാമികമായ പ്രതികരണം എന്താണെന്നാണ് ചോദ്യം. ഇസ്ലാം മനുഷ്യരെ കാണുന്നത് ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഒരേപോലെ സമ്യക്കായി സമ്മേളിച്ച ഒരു ജീവിയായിക്കൊണ്ടാണ്. ഇതിൽ ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് ശരീരത്തിന്റെ സമർപ്പണമാണ്, മനസ്സിന്റെ സമർപ്പണമാണ്, ആത്മാവിന്റെ സമർപ്പണമാണ്. അഥവാ ജീവിതത്തിന്റെ സമ്പൂർണമായ സമർപ്പണമാണ്. ജീവിതത്തിൽ എല്ലായിടത്തും ദൈവികമായ വിധിവിലക്കുകൾ അനുധാവനം ചെയ്ത് ജീവിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്, ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ മരണാനന്തര ജീവിതത്തിലെ സ്വർഗ നരകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗവും നരകവും ശാരീരികമാണ്, മാനസികമാണ്, ആത്മീയവുമാണ്. ഇത് മൂന്നും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് ഇസ്ലാമിലെ മരണാനന്തര ജീവിതം. ആത്മീയം മാത്രമാണെങ്കിൽ ഒരു പുനരുത്ഥാനത്തിന്റെ പ്രസക്തിയില്ല. മരണത്തോടുകൂടി തന്നെ ആത്മാവ് സ്രഷ്ടാവായ തമ്പുരാന്റെ പക്കലെത്തിക്കഴിഞ്ഞു. പുനരുത്ഥാനത്തോടുകൂടി മനുഷ്യ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഒരേപോലെ എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ചത് അതേപോലെ സമ്മേളിക്കപ്പെടുന്നു. അങ്ങനെ സമ്മേളിക്കപ്പെട്ടതിന് ശേഷം അവരുടെ ശരീരം കൊണ്ട് ചെയ്ത നന്മകളും ശരീരം കൊണ്ട് ചെയ്ത തിന്മകളും, മനസ്സുകൊണ്ട് ചെയ്ത നന്മകളും മനസ്സുകൊണ്ട് ചെയ്ത തിന്മകളും, ആത്മീയമായ നന്മകളും ആത്മീയമായ തിന്മകളും തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിചാരണ നടക്കുന്നു. വിചാരണയ്ക്ക് ശേഷം അതിനെല്ലാമുള്ള കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നു. ആ പ്രതിഫലത്തിൽ മനുഷ്യൻ ശരീരം മാത്രമല്ല, ശരീരവും ആത്മാവും മനസ്സുമെല്ലാം അടങ്ങുന്നതായതുകൊണ്ട് തന്നെ ശാരീരികമായി സകല വിധത്തിലുമുള്ള പരിമിതികളിൽ നിന്ന് മുക്തമായ ആസ്വാദനങ്ങൾ സ്വർഗത്തിലുണ്ട്. മാനസികമായി പരിമിതികളിൽ നിന്ന് മുക്തമായ ആസ്വാദനങ്ങൾ സ്വർഗത്തിലുണ്ട്. ആത്മീയമായ ആസ്വാദനം പറഞ്ഞതുപോലെ ദൈവ സാമീപ്യം സ്വർഗത്തിലുണ്ട്. ഇതെല്ലാം അടങ്ങുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വർഗം. ക്രിസ്തുമതം പഠിപ്പിക്കുന്ന സ്വർഗം എങ്ങനെയുള്ളതാണ് എന്ന വിഷയത്തിൽ ക്രൈസ്തവ പണ്ഡിതന്മാർ തർക്കിക്കാറുണ്ട്, സ്വർഗ നരകങ്ങളെ കുറിച്ച്. ആ തർക്കത്തിൽ ഞാൻ ഏതായാലും ഇടപെടുന്നില്ല. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിന്റെ സമർപ്പണമാണ് സ്രഷ്ടാവായ തമ്പുരാൻ ആവശ്യപ്പെടുന്നത്. കേവലം മനസ്സിന്റെ സമർപ്പണമല്ല, അല്ലെങ്കിൽ ആത്മീയമായ സമർപ്പണമല്ല. ശരീരത്തിന്റെ ഇച്ഛകളെ ദൈവത്തിനു വേണ്ടി പിടിച്ചു വെക്കുകയാണ്. ശരീരത്തിന്റെ സുഖഭോഗങ്ങളെ പടച്ചവൻ കൽപ്പിച്ചു എന്നതിനാൽ തടഞ്ഞു നിർത്തുകയാണ്. ഒപ്പം തന്നെ മനസ്സിന്റെയും ആത്മാവിന്റെയും ഇതിന്റെ എല്ലാ സമ്യക്കായ വിശുദ്ധീകരണമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നതുകൊണ്ട് അവിടെ ശാരീരികമായ സംതൃപ്തമായ അവസ്ഥയുണ്ട്, ആത്മീയമായ സംതൃപ്തിയുണ്ട്, മാനസികമായ സംതൃപ്തിയുണ്ട്. അഥവാ മനുഷ്യന്റെ സമ്യക്കായ സംതൃപ്തിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മരണാനന്തര ജീവിതത്തിലുള്ളത്. അതേപോലെ തന്നെയാണ് മരണാനന്തര ജീവിതത്തിലെ ശിക്ഷകളും.